കുട്ടനാടിനെ നശിപ്പിച്ചത് ചങ്ങനാശ്ശേരി രൂപതയിലെ ബിഷപ്പുമാർ. ചങ്ങനാശ്ശേരി രൂപതാംഗത്തിന്റെ പ്രതികരണം. PBLC എന്ന അനാഥവൃദ്ധയെ പറ്റിച്ച് 3 കോടി തട്ടിയെടുത്ത തറയിൽ ബിഷപ്പെന്ന നാണംകെട്ട മെത്രാനും പാതിരിപ്പാമ്പുകളും തിരുപ്പിറവി സന്ദേശം നൽകുവാനുള്ള പ്രിപ്പറേഷനിലാണ്. ഇവന്മാർ പള്ളിയിൽ നിന്ന് ക്രിസ്മസ് സന്ദേശം പറയുവാൻ എഴുന്നേൽക്കുമ്പോൾ വിശ്വാസികൾ ചോദിക്കണം, നാണവും മാനവും കെട്ട നൈറ്റ് തൊഴിലാളി, നീ ആദ്യം ആ പാവപ്പെട്ട സ്ത്രീയെ പറ്റിച്ച കാശ് തിരികെ കൊടുക്ക്, എന്നിട്ട് തള്ളിമറിക്ക് എന്ന്. കൊള്ള മുതൽ തിരികെ കൊടുത്തില്ലെങ്കിലും ഇവന്മാരുടെ തരികടകൾ ഞങ്ങൾ പുറത്തുവിടുന്നത് വഴി വിശ്വാസി സമൂഹം ഉണർന്നു കഴിഞ്ഞു. ഇവന്മാരോടുള്ള സകല ആദരവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നൈറ്റ് തൊഴിലാളികളുടെ സകല തരികടകളും അവർ വിളിച്ചു പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. കുട്ടനാട് മേഖലയുടെ സർവനാശത്തിന് കാരണം ചങ്ങനാശ്ശേരി മാഫിയ ബിഷപ്പന്മാരുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണെന്ന് കാര്യകാരണ സഹിതം പറയുകയാണ് ചങ്ങനാശ്ശേരി രൂപതാംഗം കൂടിയായ കുര്യൻ ജെ മാളൂർ. സഭയുടെ തട്ടിപ്പുകൾ പലതും ചോദ്യം ചെയ്ത കുര്യന് സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നറിയിക്കട്ടെ. അതുകൊണ്ടാണ് കുര്യന്റെ വാക്കുകൾക്ക് പലപ്പോഴും മൂർച്ച കൂടുന്നത്. ഇനി കുര്യന്റെ വാക്കുകളിലേക്ക്. എൻ്റെ പേര് കുര്യൻ ജെ മാലൂർ എന്നാണ്. ഞാൻ കുട്ടനാട് പുളുങ്ങുന്ന സ്വദേശിയാണ്. ഞാൻ പുളുങ്ങുന്ന വാച്ചാവറമ്പിൽ പാട്ടത്തിൽ ഫാമിലിപ്പെട്ടതാണ്. മൂലകുടുംബം മാളയ്ക്കലാണ്. അതെല്ലാവർക്കും മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം ഞാൻ ഈ ഒരു ഉത്തമ കത്തോലിക്ക വിശ്വാസിയാണ്. ഞാനിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിലയിലുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മെത്രാന്മാർക്കെതിരെ പറയുന്നതും അത് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് പലർക്കും സംശയമുണ്ടാകും. അതിനാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ തരുന്നത്. ഞാൻ ഈ കത്തോലിക്ക ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ബിഷപ്പുമാരുടെയും വൈദികരുടെയും പ്രവൃത്തികൾ കാരണം ഒരു രക്തസാക്ഷിയായി മാറിയ വ്യക്തിയാണ്. കാരണം ഞാൻ കഴിഞ്ഞ 21 വർഷമായി കുട്ടനാടിൽ സത്യസന്ധമായി സ്വന്തം കയ്യിലെ പണം കൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. ഈ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ബിഷപ്പുമാരും അതോടൊപ്പം തന്നെ വൈദികരും ഈ കുട്ടനാട് വികസന സമിതി എന്ന് പറഞ്ഞ് ഈലിയാനിക്കച്ചലും ഉൾപ്പെടെ ഇവരെന്താണ് കുട്ടനാടിന് വേണ്ടി ചെയ്തിരിക്കുന്നത്? കുട്ടനാടിന് വേണ്ടി വൻ തട്ടിപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഒരു മിനി ഗൾഫാകാൻ സാധ്യതയുള്ള പ്രദേശമാണ്. നിരവധി പേർക്ക് തൊഴിലവസരം കിട്ടാൻ വേണ്ടി സാധ്യതയുള്ള പ്രദേശമാണ്. ഇവിടെ ഇനിയും നെൽകൃഷിക്ക് സാധ്യതയില്ല. ഇവിടെ ഇനിയുള്ള സാധ്യതയുള്ള മത്സ്യകൃഷി കൊണ്ട് നെൽകൃഷിക്ക് സാധ്യത വേണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ നെല്ല് വിത്തന കണ്ടെത്തണം. പിന്നെ ടൂറിസത്തിന് വൻ സാധ്യതയുണ്ട്. അത് നല്ല രീതിയിലുള്ള ഒരു ടൂറിസം, പ്രകൃതിയെ സംരക്ഷിച്ചിട്ടുള്ളതാണ്, മലിനീകരണം ഒഴിവാക്കിക്കൊണ്ടുള്ള ടൂറിസം. പിന്നെ ഉള്ള മേഖല എന്ന് പറയുന്നത് വള്ളംകളി ഇതുവരെ ശരിക്കും മാർക്കറ്റിംഗ് നടത്തിയാൽ നമ്മുടെ കുട്ടനാട്ടുകാർക്ക് പറ്റിയിട്ടില്ല. ആത്മാർത്ഥ ജനപ്രതിനിധികളും ഇതിലുണ്ടായിട്ടില്ല. പിന്നെ ഉള്ളത് വാട്ടർ സെയിൽസ്, വെള്ളം വിൽപ്പന. അതും നല്ല രീതിയിലുള്ള ഒരു വരുമാനം കിട്ടാനുള്ള മാർഗമാണ്. പിന്നെയുള്ള കാര്യമാണ് സോളാർ വെക്കുന്നത്. വിശാലമായ കായൽ പ്രദേശം നടക്കുകയാണ്. അവിടെ സോളാർ വെക്കാൻ ഉള്ള ഒരു എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ കത്തോലിക്ക സഭ അവിടെ മുൻ MLA ഡോക്ടർ KC ജോസഫ് കേരള കോൺഗ്രസിലാണ് വെറും റബ്ബർ സ്റ്റാമ്പായിരുന്നു. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി MLA CF തോമസും അതും റബ്ബർ സ്റ്റാമ്പ്. ഈ പൗത്ത പിതാവും പെരുന്നോട്ടം പിതാവും പറയുന്ന കേൾക്കാനല്ലാതെ ഇവർക്ക് വേറെ ഒന്നും. ഇപ്പം എനിക്കിപ്പം പിതാവ് തന്നെ ഇപ്പം പറയാൻ തന്നെ എനിക്ക് വെറുപ്പായി മാറിയിരിക്കുകയാണ്. അത്രമാത്രവും എനിക്ക് ദുരനുഭവമാണ് പൗത്തിൽ നിന്നും പെരുന്നോട്ടത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് വളരെ വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡോക്ടർ KC ജോസഫിനെ കുട്ടനാട്ടുകാർ തോൽപ്പിച്ചു. അത് കഴിഞ്ഞ് തോമസ് ചാണ്ടി വന്നു. തോമസ് ചാണ്ടി കത്തോലിക്കനല്ല, എന്നിട്ട് അതേ സ്ഥലത്തില്ലായിരുന്നു. ഇവർ ഈ പൗത്തിൽ അതോ പെരുന്നോട്ടോ തോമസ് ചാണ്ടിക്കെതിരെ എന്തെങ്കിലും ഒരു അന്വേഷണം ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഇവിടെ നിന്നെല്ലാം ഓരോ ഇലക്ഷൻ സമയത്ത് കോടികൾ ചാണ്ടിയുടെ നിന്ന് മേടിച്ചു. ഇല്ലെന്ന് പറയട്ടെ, ഞാൻ എൻ്റെ പറയാം. അപ്പം കുട്ടനാടിനെ ഇവർക്ക് സംരക്ഷിക്കണമെന്നൊന്നും പൗത്തിലിനും പെരുന്നോട്ടമൊന്നുമില്ല. പിന്നെ ചങ്ങനാശ്ശേരി ബിഷപ്പുമാർ എങ്ങനെ ഈ കുട്ടനാട് നശിപ്പിച്ചെന്നൊന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനുദാഹരണം ഞാൻ പറയാം. പുളുങ്ങുന്നു നിന്നാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ചങ്ങനാശ്ശേരിയിലൂടെ നടന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഒരു വ്യക്തി പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ വിവാഹം ആലോചിക്കുമ്പം പറയുന്ന ചങ്ങനാശ്ശേരി ഭൂമിയുണ്ടോ എന്നാണ് അല്ലെങ്കിൽ വീടുണ്ടോ എന്ന് ചോദിക്കുന്നത്. കുറുമ്പനാടത്ത് പോയാൽ നോക്കിയാൽ മനസ്സിലാവും, പൗത്ത് പിതാവിൻ്റെ കുടുംബക്കാരുടെ സ്ഥലം മൊത്തം അവിടെ ഈ ലോകത്തില്ലാത്ത വിലയാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു എല്ലാം ആ തെങ്ങയുടെ ഭാവം എല്ലാം ഒരു മിനി കുട്ടനാടായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കുടിവെള്ളമില്ല. ഏറ്റവും ആൾക്കാർ ഇവിടുന്ന് മാറാൻ കാണാൻ കുടിവെള്ളമില്ല. പിന്നെ വെള്ളപ്പൊക്കം. അതോടൊപ്പം തന്നെ എല്ലാ രീതിയിലും ഈ കുട്ടനാട് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ബിഷപ്പുമാരും
ഉത്തരവാദിത്തപ്പെട്ട വൈദികരും അവരെല്ലാം വെറും തട്ടിപ്പ് സമരമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ ഒരു ചാരിറ്റി, ഈ ക്യാൻസർ വ്യാപന മറ്റേ ചാരിറ്റി, ഈ കുട്ടനാട്ടിൽ നിന്നുള്ള വൈദ്യരാണ് ഇതിൻ്റെ പിന്നിൽ. നമ്മൾ നോക്കുമ്പോൾ CMI ആയിക്കോട്ടെ മറ്റ് ജനാധിപത്യം, ഈ വൈദ്യർ എന്ന് പറയുന്ന ഒരു കോക്കസായി മാറിയിരിക്കുകയാണ്. നമ്മൾ ഈ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നല്ല രീതിയിലുള്ളവർക്ക് അംഗീകാരം കിട്ടണം. ഇത് അങ്ങനെയുള്ളവരല്ല, ആരോപണ വിധേയരാണ് ഇപ്പം പുളുങ്കുന്നിലെ CMI വൈദ്യർ ഉൾപ്പെടെ കാണിക്കുന്നത്. ഇപ്പം പുളുങ്കുന്നിലെ CMI വൈദ്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ലോകത്തൊരിക്കലും ഒരു സ്ഥലത്ത് കാണാത്ത രീതിയുള്ള പ്രവർത്തനമാണ് പുളുങ്കുന്ന് നടക്കുന്നത്. ഞാൻ ആലപ്പുഴയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അവിടെ കളർകോട് ഒരു മദ്യവിരുദ്ധ കേന്ദ്രമുണ്ട്. അവിടെ ഒരു ദിവസം അറിയുന്നു, അവിടെ ഒരു കൊച്ചു കുട്ടി വെള്ളത്തിൽ വീണ് മരിക്കുന്നു. ഞാൻ സജീവമായി പൊതുരംഗത്തുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എല്ലാ പത്രക്കാരും, അതോടൊപ്പം തന്നെ ഒരു കോൺഗ്രസ് കുടുംബാംഗം എന്ന നിലയിൽ ഞാൻ അന്ന് കർഷക കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു. അപ്പോൾ DCC ഓഫീസിലും എല്ലാ ബന്ധം അപ്പോൾ ഞാൻ അന്ന് നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്നുണ്ട്. എനിക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അന്വേഷണവും ഇതും ബന്ധപ്പെടുന്നു. അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഒരു സൺഡേ സ്കൂൾ ധ്യാനത്തിന് രാത്രി ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി വന്ന ധ്യാനത്തിൽ വന്ന് അടുത്ത ദിവസം വെള്ളത്തിൽ വീണ് മരിച്ചു കിടക്കുന്ന ഒരു വാർത്ത വന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് അത് കഴിഞ്ഞ് തന്നെ മനസ്സിലായി, അന്വേഷണം മനസ്സിലായി ഇത് ഒരു ദുരൂഹതയുണ്ട് എന്ന് തന്നെ എല്ലാ ദിവസവും ഞാനത് മനസ്സിലാക്കും. കാരണം നമ്മളൊരു പൊതുപ്രവർത്തനത്തിൽ ഒരു അന്വേഷണം ആഗ്രഹിച്ച വ്യക്തിയിൽ അങ്ങനെയാണ് വന്നറിയുമ്പം അടുത്ത ദിവസം ഈ കൊച്ചിൻ്റെ ഈ കിരി മൊത്തം ഇങ്ങനെ ഇത് മുറിഞ്ഞ് ഇതായിട്ട് നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്ത ദിവസം മനോരമയിലും ദീപയിലും വാർത്ത വന്നു, ഇത് മീൻ കടിച്ചാണ് ഇങ്ങനെ മുറിവ് വന്നെന്ന് പറഞ്ഞ് ഈ കിരി മുറിവ് വന്നെന്ന് വാർത്ത വന്നു. ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനത് പ്രസ് ക്ലബ്ബിലും പോകും. കാരണം ഈ വാർത്ത, കാരണം അന്നും സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ വലിയ ഇതല്ല. എല്ലാ വാർത്തയൊക്കെ അറിയണം, എല്ലാ പത്രം വായിക്കണം. നമ്മൾ ഒരു പത്രത്തെ അല്ലെങ്കിൽ പല പത്രത്തെ വായിച്ചാൽ മാത്രമേ ഓരോ നമുക്ക് വ്യൂ അറിയത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നോക്കിയപ്പോൾ വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അന്ന് ശ്രീലേഖ IPS ആയിരുന്നു. പുള്ളിക്കാരി വന്നു, ആ കുളം അങ്ങ് പറ്റിച്ചു. കുളം പറ്റിച്ചപ്പോൾ ഒരു മീനെയും കണ്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും അന്വേഷണം മാത്തുക്കുട്ടി, അവിടുത്തെ ചുമതലയുണ്ടായിരുന്ന മാത്തുക്കുട്ടി മൂന്നാറ്റുമുഖം അച്ഛൻ്റെ ഇടയിലേക്ക് വന്നു. അപ്പം സംഗതി അത് ചങ്ങനാശ്ശേരി അതിരൂപത സംബന്ധിച്ച് അതൊരു അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ആരോപണ വിധേയനാണ്. ആരോപണം അച്ഛൻ അന്ന് ഈ കുട്ടിയെ രീതി വന്നപ്പം അങ്ങനെയൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ട് അതിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് അന്നത്തെ ചങ്ങനാശ്ശേരി ബിഷപ്പുമാരായ പെരുന്തോട്ടവും പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തി എല്ലാം തീരുമാനിക്കുന്ന പൗതിലുമാണ്. ഇവർ രണ്ടും എടുത്തു. അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അപ്പം എന്നിട്ട് ആ കേസ് അന്ന് അവിടുത്തെ MLA നമ്മുടെ KC വേണുഗോപാലായിരുന്നു. അന്ന് LDF ഭരണമായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ. ഇത് രണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് ശ്രീലേഖ IPS പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു 7 മാസം മുമ്പുള്ള ഓൺലൈൻ ചാനലിൽ പറയുന്നുണ്ട്. അപ്പം ആ ഇത് വന്ന ഉടനെ പുള്ളിക്കാരി ആ അച്ഛനിലേക്ക് അന്വേഷണം വരുന്ന രീതിയിലേക്ക് എത്തിയപ്പം ശ്രീലേഖ സ്ഥലം മാറ്റി. അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി അതിർന്ന് എന്തോ ഡീലിങ് നടത്തി അത് ഒതുക്കി തീർത്തു. അപ്പം ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഇക്ക നടന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു തെറ്റുകാരനായ വൈദ്യനായിക്കോട്ടെ അൽമാനായിക്കോട്ടെ ആര് തെറ്റ് കാണിച്ചാലും അയാൾക്കിടുന്ന നടപടി വേണം. ഇപ്പം ഞങ്ങൾ അൽമാൻ ഒരു തെറ്റ് കാണിച്ചാൽ അത് നിയമപരമായിട്ട് ഞങ്ങൾ നേരിടും. ഇത് ലോകം ഇട്ട് കഴിഞ്ഞാൽ എന്ത് തോന്നിയാസം കാണിക്കാൻ പറ്റും എന്ന് വന്നു കഴിഞ്ഞാൽ വളരെ തെറ്റല്ലേ? അതോടൊപ്പം തന്നെ ഈ മൂന്നാറ്റുമുഖം, ഈ ഫാദർ മാത്തുക്കുട്ടി മൂന്നാറ്റുമുഖം ഇപ്പോഴും വൈദ്യനായിട്ട് നടക്കുകയാണ്. ഓർത്തു നോക്കിയാൽ നമ്മുടെ കത്തോലിക്ക സഭ, നമ്മൾ പാരമ്പര്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന കത്തോലിക്ക സഭ ഇങ്ങനെയൊക്കെ തെറ്റുകാരെ സംരക്ഷിക്കുന്നത് ശരിയാണോ? അടുത്തത് നമ്മുടെ സിറിയക്ക് ആർത്തിപ്പള്ളി സംഭവിച്ചും അതും ഇതിട്ട് എന്തുകൊണ്ട് കത്തോലിക്ക സഭ നടപടിയെടുത്തില്ല? അതോടൊപ്പം തന്നെ പുറത്തു വരാത്ത പല വൈദികരുടെ ദുരാരോപണമുണ്ട്. അത് വേണമെങ്കിൽ 100 പരാതി കൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് പലതും അറിയാം. എല്ലാം ഞാൻ വിളിച്ചു കൂടാൻ പോയി കഴിഞ്ഞാൽ ഒന്നാമത് ശത്രുക്കളുണ്ട്, എല്ലാവരുടെ ശത്രുത സംഭവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശക്തമായ ഒരു ഇടപെടൽ ചങ്ങനാശ്ശേരി അതിലൂടെ അല്ലെങ്കിൽ ശക്തമായി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുതിയതായിട്ട് വന്ന നമ്മുടെ ചങ്ങനാശ്ശേരി കർദിനാളിൽ വന്നിരിക്കുന്ന മാർ ജോർജ് ജേക്കബ് കൂവക്കാട്ടിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം അദ്ദേഹം ഇങ്ങനെയുള്ള ഇതിനെതിരെ പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിക്ക് ഒരു കർദിനാൾ പോസ്റ്റ്, ഒരു യുവ വൈദ്യന് കർദിനാൾ പോസ്റ്റ് കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പം ശക്തമായ ഒരു അച്ചടക്ക സമിതി, കാരണം അത് അൽമാരായിക്കോട്ടെ വൈദ്യരായിക്കോട്ടെ ലോഹം ഊരിപ്പിച്ച് മാറ്റി നിർത്തണം. അല്ലാതെ ഇനി കത്തോലിക്കത മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ശക്തം ലേഡീസിൻ്റെ ഭാഗത്ത് എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഈ ചാനലിൽ തന്നെ പറഞ്ഞു, എന്നെ അറിയാവുന്ന ഒരു ലേഡി പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 23 വർഷം ഇതുകൊണ്ട് എനിക്ക് പലരെയും ഞാൻ വിലയിരുത്തിയിട്ടുണ്ട്. ഓരോ വൈദ്യരെയും അവർ കാണിക്കുന്ന പോക്കരങ്ങളും ബിനാമി സ്വത്തുക്കളുള്ള വൈദ്യരുണ്ട്. ചങ്ങനാശ്ശേരി അതിലുള്ള കാര്യമാണ് പറയുന്നത്.
പിന്നെ എറണാകുളത്ത് കൊടുത്ത അവിടെയും കുറച്ച് പേര് അറിയാവുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളവരെ താക്കോൽ സ്ഥാനത്ത് ഇരിപ്പിക്കാൻ പറ്റത്തില്ല. വൈദ്യരാരോണെങ്കിൽ ചിലവരെ കല്യാണം കഴിക്കാൻ സമ്മതിപ്പിക്കണം, ലോഹം ഒഴിച്ച് കല്യാണം കഴിക്കട്ടെ, അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ ഭാഗത്ത് തീരുമാനം ഉണ്ടാക്കണം. വിവാഹം കഴിച്ചുകൊണ്ട് മറ്റു സഭയിലുണ്ടല്ലോ, വിവാഹം കഴിച്ചുകൊണ്ട് കത്തോലിക്ക ഇത് വൈദികവൃത്തി, അതായത് കുർബാന അർപ്പിക്കാൻ വേണ്ടിയുള്ള സാധനം. പിന്നെ പീലാനിക്കച്ചൻ്റെ കാര്യം പറയുന്നു. പീലാനിക്കച്ചൻ്റെ കാര്യം ഞാൻ കോളേജിൽ പഠിക്കാൻ തൊട്ട് അദ്ദേഹം കുട്ടനാട് വികസന സമിതി, കുട്ടനാട്ട് തന്നെയല്ല, കുട്ടനാടിനെ ഒഴിപ്പിക്കാൻ വേണ്ടി നടന്ന വ്യക്തിയാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ യോഗത്തിൽ പോയ വ്യക്തിയാണ്. എന്നെ അദ്ദേഹം ഇതുവരെ, അദ്ദേഹത്തിന് ഞാൻ അഭിപ്രായം പറയുന്നതുകൊണ്ടോ എന്നെ ഇതുവരെ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒന്നും ഉൾപ്പെടുത്തുകയോ ഒന്നുമില്ല. ഏതാണ്ട് 1-2 തവണ പേര് വരും, പക്ഷേ പിന്നെ അഭിപ്രായം പറഞ്ഞാൽ പിന്നെ നമ്മളെ വിളിക്കത്തില്ല. എന്നാലും ഞാൻ കുട്ടനാട് രക്ഷപ്പെടില്ല, പത്രത്തിൽ പറഞ്ഞാലും പുള്ളി എപ്പോഴും പത്രത്തിലാണ്, എല്ലാം പത്രത്തിൽ ഒരു 3-4 കോളം ഫാദർ പീലാനിക്കൽ ആവശ്യപ്പെട്ടു ഒരു കോളം വാർത്തയാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള പുള്ളിക്ക് ആഗ്രഹമൊന്നുമില്ല. കാരണം പുള്ളി ഇങ്ങനെ കുട്ടനാട് ഇങ്ങനെ ഇങ്ങനെ കിടക്കണം എന്നുള്ള രീതിയിൽ നിന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് അത് വന്നത്. ഒരു മാധ്യമം, ആ പ്രസാദ് എന്നുള്ള, പറയാൻ പറ്റത്തില്ല, ആ പ്രസാദ് എന്നുള്ള തൻ്റെ ഇടമുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ആ ന്യൂസ് പീലാനിക്കൻ കോടികൾ ഇത് കാണിച്ച കോടികൾ കുട്ടനാട് ഈ കൃഷിക്കാരുടെ ബന്ധപ്പെട്ട് കാനറ ബാങ്കിൽ തട്ടിയെന്നുള്ള ആരോപണം പുറത്തു വന്നത് അത് വന്നു. പക്ഷെ മറ്റും ഒരു മാധ്യമങ്ങളിലും, മറ്റ് മലയാള മനോരമ ഉൾപ്പെടെ ഒരു മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തു വന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് അവസാനം പീലാനിക്കനെ മാറ്റി. ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു, ഈ വാർത്ത പ്രത്യേകിച്ച് ITI മാധ്യമം പുറത്തു വന്നപ്പം എല്ലാവരും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ആരോപണം പറഞ്ഞത്. കാരണം എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ഉത്തമ കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ കത്തോലിക്ക സഭ നല്ലതായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ലോക സമാധാനത്തിന് വേണ്ടത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആസ്തിയും ഏറ്റവും കൂടുതൽ പാരമ്പര്യവും നമ്മൾ വലിയവരാണ്, മറ്റുള്ളതൊന്നും നമ്മളെന്തോ ശ്രേഷ്ഠരാണെന്ന് അവകാശപ്പെടുന്ന നമ്മൾ മാതൃക കാണിക്കണം. ഇപ്പോൾ മാർപ്പാപ്പ തന്നെ പറഞ്ഞു, ഒരു ദൈവമേ ഉള്ളൂ, ക്രിസ്തു മതവും ഹിന്ദു മതവും മുസ്ലിം മതവും ദൈവത്തിലേക്കുള്ള ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതോടൊപ്പം തന്നെ ഈ കത്തോലിക്ക ഞാനിപ്പം പറയുമ്പോൾ വിശ്വസിക്കത്തില്ല. പീലാനിക്കച്ചന് കുട്ടികളുണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഉറച്ചു നിൽക്കുന്നു. ഞാൻ ഈ പോസ്റ്റ് ഇട്ടിട്ട് ഈ വീഡിയോ ഇട്ടിട്ട് ഒരു മനുഷ്യൻ കൂടി ഇല്ല എന്ന് മറുപടി പറഞ്ഞു. പിന്നെ തറയമെത്രാൻ സംബന്ധിച്ച് തറയമെത്രാൻ സംസാരം മാത്രമേ ഉള്ളൂ, പ്രവൃത്തി അദ്ദേഹത്തിന് ഇല്ല. പ്രവൃത്തി അത് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്നെ ഒന്ന് ഫോൺ വിളിക്കുക, കുര്യൻ തിരുവെന്നുണ്ടല്ല, അദ്ദേഹം ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇല്ല. പിന്നെ എനിക്ക് തറയമെത്രാനെ കുറിച്ച് പറയാനുള്ളത് അവയുടെ കൊലപാതകം. ഇപ്പം തന്നെ ഒരു കന്യാസ്ത്രീ തന്നെ പറഞ്ഞു 32 പേര് തൂങ്ങിച്ചത്തു, കിണറ്റി വീണു, കുളത്തിൽ വീണു, അങ്ങനെ ഒരു അതിനകത്ത് ശ്രേയയുടെ ഫോട്ടോയുണ്ട്. ഇതൊന്നും നിഷേധിക്കാവുന്നും ഒരു ബിഷപ്പിനോ ഒന്നും ബാധിച്ചിട്ടില്ല, ഒരു കന്യാസ്ത്രീ തന്നെ പറഞ്ഞതാണ്. അവയുടെ വിധി വന്നു, സിസ്റ്റർ സെഫിയയ്ക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നപ്പം ഉടനെ തന്നെ ചാടി തറയമെത്രാൻ അവർക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്ത ഒരു പ്രസ് ഇത് കൊടുത്തത്, അത് നമ്മളെ വിശ്വാസം സംബന്ധിച്ച് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. സിസ്റ്റർ സെഫിയെയും ഫാദർ കോട്ടൂരെയും അവരെ ന്യായീകരിച്ച് പോസ്റ്റ് ഇട്ടത് തറയമെത്രാൻ കാണാൻ പോയത് തന്നെ, അത് പറഞ്ഞത് ഒരു വിശ്വാസം എന്ന നിലയിൽ എനിക്ക് അത്രമാത്രം വിഷമമാവുന്നുണ്ട്. അന്ന് ഞാനൊരു ട്രോള ഇട്ടായിരുന്നു. പക്ഷേ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്, നിങ്ങളിപ്പം ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട്, പിതൃവേദി മാതൃവേദി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് അടിമകളുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പം കഴിഞ്ഞ ദിവസം തറയമെത്രാൻ്റെ അനുവാദത്തോടെയാണ് എന്നെ 3-4 പേര് വിളിച്ചു. കാരണം ഇവരെല്ലാം രാഷ്ട്രീയ അടിമകളാണ്. ഈ 3 പേര് ഭീഷണിപ്പെടുത്താൻ വിളിച്ചവരെല്ലാം എന്നെ നന്നായിട്ടറിയാം. ആ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് എന്നെ വീട്ടുകൊണ്ട് പുറത്തിറങ്ങിയാൽ കൈകാര്യം ചെയ്യാൻ വീട്ടമ്മമാരുണ്ടെന്നാണ് പറഞ്ഞത്. ലേഡീസിൻ്റെ തല്ല് മേടിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, അപ്പം തറയമെത്രാൻ എത്ര ആളും സഹായമെത്രാനായിട്ട് ഒരു യുവാവിനെ കൂടി കയ്യിലെടുക്കാൻ പറ്റിയിട്ടില്ലേ? മനസ്സിലായോ? ഒരു യുവാവ് കൂടി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനില്ലേ? എന്ത് ദയനീയമായ കാഴ്ചയാണ് ഇതുള്ളത്. ലേഡീസ് ഇങ്ങനെ പറയുന്നത് ഓർത്തു നോക്കി. അപ്പം കത്തോലിക്ക സഭയിൽ ഒരു മാറ്റം ഉണ്ടായേ പറ്റൂ. ഞാൻ തറയമെത്രാൻ്റെ പ്രസംഗം കേട്ടപ്പം എനിക്ക് വളരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇത്. പക്ഷേ ഇപ്പം ഈ സംഭവം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി ചുറ്റുപാടും ഒക്കെ കണ്ട് അദ്ദേഹം പള്ളിയായിട്ട് ബന്ധപ്പെട്ടു. ഈ അൾത്താര കണ്ടാണ് ഞാൻ വൈദികവൃത്തിയിലേക്ക് വന്നു. ദൈവാനുഭവം എന്ന് അദ്ദേഹത്തിന് പറയാം, അത്ഭുതം എന്ന് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം അനുഭവത്തെ ഞാൻ കണ്ട അൾത്താര കണ്ടിട്ടാണ് വന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം എനിക്ക് പറയാനുള്ള അതേ ഒരു സഭ, ഒരു ചനാശി അത് നയിക്കാനുള്ള ഒരു ബിഷപ്പായി സിനഡ് തീരുമാനിച്ചു. ഇപ്പം തീരുമാനിച്ച വ്യക്തിയായ സ്ഥിതിക്ക്
അത് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹം ഒപ്പിട്ട വ്യക്തിയാണ്. ആ ഒപ്പിട്ട വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ആ പ്രശ്നം തീർക്കാനുള്ള കടപ്പാട് അദ്ദേഹത്തിനുണ്ട്. അത് മനസ്സിലാക്കാതെ എൻ്റെ പേരിൽ കുറച്ച് പെണ്ണുങ്ങൾ വിശ്വാസികളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പേരിൽ കുറച്ച് ഗുണ്ടകളുണ്ട്, അതിൻ്റെ പേരിൽ അങ്ങനെ അഹങ്കാരത്തോടെ അദ്ദേഹം തീരുമാനമെടുത്തത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. വളരെ പ്രതിഷേധമായ ഒരു കാര്യമാണ് തറയിൽ മെത്രാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ചാനാശ്ശേരി അതിരൂപതയിലെ നല്ലവരമായ വൈദികരോട് മാത്രം എനിക്ക് പറയുന്നത്, നിങ്ങൾ ശബ്ദം ഉയർത്തണം, നിങ്ങൾ മൗനം വെടിയണം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നിങ്ങൾ ശക്തമായിട്ട് പറയണം. ഇത് കത്തോലിക്ക സഭ മുഴുവൻ ഒരിക്കലും അടച്ചാക്ഷേപിക്കത്തില്ല. ഇപ്പൊ ഈ കോക്കസ് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ചാനാശ്ശേരി ഈ തറയിൽ മെത്രാനെതിരെ ഈ ആരോപണം വന്നപ്പം ഇപ്പം അയർലൻഡിലുള്ള വൈദികനെതിരെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ITI ചാനലോ സുനിൽ മാത്യു സാറോ ഇങ്ങനെ പറയുമായിരുന്നോ? എനിക്കിങ്ങനെ സോഷ്യൽ മീഡിയ പറയാൻ പറ്റുമായിരുന്നോ? ഇങ്ങനൊരു ആരോപണം വന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യം കൂടി പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം ഒരു നന്മയാണെന്ന് വിചാരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.